രമേശ് നാരായണൻ ആസിഫ് അലിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആദ്യമായിട്ട് അവിടെ അപമാനിക്കപ്പെട്ടത് രമേശ് നാരായണൻ തന്നെയാണ്. ഒരു പരിപാടിക്ക് വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് സ്റ്റേജിൽ വെച്ചിട്ട് കൊടുത്തില്ല എന്നുള്ളതാണ്. അവാർഡ് കൊടുക്കുന്നതിൽ നിന്ന് ആളെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, പിന്നീട് ആഡ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? നമ്മൾ രമേശ് നാരായണൻ ആസിഫ് അലിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇങ്ങനെ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ആസിഫ് അലിയോടുള്ള ദേഷ്യം എന്നല്ല അവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്, സംഘാടകരോടുള്ള ദേഷ്യമാണ്. ഒന്നാമതായിട്ട് അദ്ദേഹത്തിന് ലേറ്റ് ആയിട്ടാണ് ക്ഷണിച്ചത് അവാർഡ് സ്വീകരിക്കാൻ. പിന്നെ അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിച്ചിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത്. ആസിഫ് അലി ഒന്ന് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ദേഷ്യമൊക്കെ ഒന്ന് പ്രകടിപ്പിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പരിഗണന പോലും കൊടുത്തില്ല എന്നുള്ളത് സത്യമാണ്. ഈ ഒരു സംഭവത്തിലൂടെ ആസിഫ് അലി എന്ന് പറയുന്ന നടന്റെ ഒരു ക്വാളിറ്റി കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതുവരെയായിട്ടും അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. വേറെ ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇഷ്യൂ ആക്കി തൂത്തുവാരിയിരുന്നു. ഒരു കഥ ഇറങ്ങുമ്പോൾ അതിൽ 3 വശങ്ങളുണ്ടായിരിക്കും. അവരുടെ കഥ ഉണ്ടായിരിക്കും, ഒന്ന് ഇവരുടെ കഥ ഉണ്ടായിരിക്കും, പിന്നെ ഒരു റിയൽ കഥ ഉണ്ടായിരിക്കും. ദ സ്റ്റോറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് ഇതിനെ കുറിച്ചിട്ട്? അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യും.